ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നറിയാമോ? ഒരു ബ്രെഡ് കസ്റ്റർഡ് പുഡിംഗ് ആണേ. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. സ്വീറ്റ് ഐറ്റം ഒക്കെ ഇപ്പം ഒത്തിരി കുറവാണ് ഉണ്ടാക്കുന്നത് ഇവിടെ. കാരണം മിന്നുകുട്ടി ജിമ്മിലൊക്കെ പോകുന്നില്ലേ, അപ്പോൾ അവരെപ്പോഴും പറയും സ്വീറ്റൊക്കെ ഒത്തിരി കുറയ്ക്കണമെന്ന് പറയുമേ. അപ്പം ഇപ്പോൾ അതൊക്കെ അതുകൊണ്ട് ഒത്തിരി കുറവാണ്. അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കത്തുള്ളേ. ഇതിപ്പോൾ ഞാൻ കുറേ നാളായി ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുന്നില്ലേ, അപ്പോൾ ഒരു ബ്രെഡ് കസ്റ്റർഡ് പുഡിംഗ് കൂടെ ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചേ. അതുകൊണ്ട് ഉണ്ടാക്കുക കേട്ടോ. എല്ലാവരും കാണണേ. ഇതിന് ഒരു 1.5 ഗ്ലാസ് പാല് എടുക്കുവേ. ഒരരയും കൂടി എടുക്കും. കാരണം ഞാൻ അളവ് വളരെ കുറവാണ് ഉണ്ടാക്കുന്നത്. ഒരു 3-4 കഷ്ണം ബ്രെഡേ ഉള്ളൂ. ഇത് നമ്മളൊന്ന് തീ കത്തിക്കുക. ഒന്ന് ചെറുതായിട്ടൊരു തിളയൊക്കെ വരുമ്പോൾ നമുക്ക് കസ്റ്റേർഡ് കലക്കിയത് ഒഴിക്കാം. പാല് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ അവരവരുടെ മധുരത്തിന് ആവശ്യമുള്ളത് മാത്രമാണ് പഞ്ചസാര ഇടേണ്ടത്. ഇതിലിപ്പം ഞാനൊരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഒരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഇനി നമ്മൾ കസ്റ്റേർഡ് പൗഡറുണ്ട്. കസ്റ്റേർഡ് പൗഡർ എടുക്കണം. ഞാനിവിടെ ബുഷിൻ്റെ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തേക്കുന്നത്, ബുഷ്. അപ്പം ഞാൻ ഇതൊരു 4 ടേബിൾ സ്പൂണാണ് ഞാനങ്ങോട്ട് ഇട്ട് വെള്ളത്തിലൊന്ന് കലക്കും. കണ്ട, ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തു. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി. ഇനി നമ്മൾ ഈ പാല് തിളച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ടങ്ങ് ഒഴിക്കും. ഇനി ഇത് കൊഴുത്ത് വരുവേ. നല്ലോണം തിളച്ചൊക്കെ വന്നു കഴിയുമ്പോൾ നല്ലോണം കൊഴുത്തൊക്കെ വരും. കലക്കി അങ്ങ് ഒഴിച്ചേക്കാം. ഓക്കെ, ഇതിനിങ്ങനെ കൊഴുത്ത് വരും. കണ്ടോ? കണ്ടോ? നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ മധുരം ഉണ്ടോയെന്നൊക്കെ നോക്കാം കേട്ടോ. മധുരം ഇല്ലെന്ന് കാണുവാണെങ്കിൽ നമുക്ക് കുറച്ച് മധുരം കൂടെ ഒക്കെ ഇടാം. പിന്നെ എല്ലാ മധുരവും എന്ത് സാധനം എരിവും പുളി എന്നൊക്കെ പറയുന്ന അവരവരുടെ എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് കുറേ ആയി, എന്നാൽ പോലും ചിലപ്പം മധുരം ഇച്ചിരി കുറവാണെങ്കിൽ ഞാൻ അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം എന്താ പറയുക, മിന്നുകുട്ടിക്ക് അങ്ങനെ ഒത്തിരി മധുരമൊന്നും കൊടുക്കരുത്. ജിമ്മിനൊക്കെ പ്രത്യേകം പറയും ഏത്തയ്ക്ക കൊടുക്കരുത്, മധുരമുള്ള സാധനങ്ങളൊന്നും, വറുത്ത സാധനങ്ങളൊക്കെ. അതുകൊണ്ടൊക്കെ ഇതെല്ലാം ഒത്തിരി കുറച്ചിട്ടുണ്ട് ഇപ്പോഴും. ഇച്ചിരി കൂടെ ഇവിടെ ഇരുന്നുകൊണ്ടൊന്ന് കൊഴുക്കട്ടെ. ഒരു ദോശക്കല്ല് വെച്ചിട്ട് ഞാനൊരു ശകലം നെയ്യ് വരട്ടിയിട്ടുണ്ട്. എന്തിനാ നമുക്ക് ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കണം. അപ്പം ഞാൻ ബ്രെഡിൻ്റെ തന്നെ കണ്ടില്ലേ, ഈ 4 സൈഡും കളഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഈ 4 സൈഡും ഞാൻ ബ്രെഡിൻ്റെ ഇങ്ങനെ കളഞ്ഞിട്ടുണ്ട്, ആ ബ്രൗൺ കളറിലെ. അപ്പോൾ അത് എന്നിട്ട് നമ്മൾ ഇതൊന്ന് മുരിയാൻ വെക്കണം. ഏകദേശം ഒന്ന് മുരിഞ്ഞ് കിട്ടണം. കണ്ടോ? ഇത് നമുക്ക് ഇങ്ങനെ 4 പീസായിട്ട് മുറിക്കണം, ക്രോസായിട്ട്. കേട്ടോ, ഞാനിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് വേറെ 2 കഷ്ണം ബ്രെഡ് കൂടെ ഉണ്ടായിരുന്നു. അതുകൂടെ ഞാൻ വീണ്ടും മുറിച്ചെടുത്തു. എന്നിട്ട് മുറിച്ച് എടുത്തതാണ് ഇങ്ങനെ. നമുക്ക് ഇതാദ്യം നമുക്ക്
കസ്റ്റേർഡിൻ്റെ ഇതിലോട്ട് ഒഴിക്കണം. ഉണ്ട്, നല്ല കൊഴുത്താണ്ട് ഭംഗിയുണ്ട് കാണാൻ, കളറും ഒക്കെ. ഇതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് നമ്മൾ ബ്രെഡ് അതിലോട്ട് വയ്ക്കുക. ഞാനുണ്ടല്ലോ പഴം ഉണ്ടെങ്കിൽ പഴം കൂടെ വട്ടത്തിലരിഞ്ഞ് ഇതിനകത്തോട്ട് വയ്ക്കും. അപ്പോൾ നമുക്ക് ഈ പഴവും ബ്രെഡും കൂടെ കഴിക്കാൻ പറ്റുമേ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പഴം ഇതിനകത്ത് ആപ്പിള്, പിന്നെ മുന്തിരി, അങ്ങനെയൊക്കെ ഉള്ള എല്ലാ ഏത്തപ്പഴം ഒക്കെ ഇട്ടേ നമ്മൾ കസ്റ്റേർഡ് കഴിക്കത്തില്ലേ. അപ്പം ഇതിൻ്റെ ബ്രെഡിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ പഴം ഇങ്ങനെ വട്ടത്തിൽ എടുത്തെടുത്ത് ഇതിലിങ്ങനെ വയ്ക്കും. ഇപ്പം എൻ്റെ കയ്യിൽ പഴമില്ല. ഞാൻ വൈകുന്നേരം വാങ്ങിക്കാൻ പോകാൻ പറ്റിയില്ലേ, ഇച്ചിരി ബിസി ആയിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു ബ്രെഡ് തന്നെ വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ മതിയല്ലോ, ഇതിൻ്റെ മുകളിൽ പഴം വെച്ചിട്ടാണെങ്കിലും നല്ലതാണ് എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. കണ്ടോ, ഇനി നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ നമ്മൾ കസ്റ്റേർഡ് ഒഴിക്കും. ഇതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ബ്രെഡ് വെച്ച് വീണ്ടും നമുക്കിങ്ങനെ ഒഴിക്കാമേ. പിന്നെ പക്ഷേ ഇവിടെ അളവ് കുറവാണ്, കാരണം ഇത് ഉണ്ടാക്കുമ്പോൾ ഇത് നമ്മൾ കഴിക്കുക കൂടെ വേണ്ടേ. അപ്പം മിന്നുകുട്ടിക്ക് കുറച്ചൊക്കെ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അവൾക്ക് കൊടുക്കാതെ നമുക്ക് കൂടുതൽ കഴിക്കാനൊന്നും നമുക്ക് തോന്നത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് കൺട്രോൾ ചെയ്യും. അപ്പോൾ അവൾക്ക് കൊടുക്കും, ഞങ്ങളെല്ലാം ഒരുപോലെ അങ്ങ് എടുക്കും. അതുകൊണ്ട് ഞാൻ അളവ് ഇപ്പം ഒരു 5 കഷ്ണം ബ്രെഡേ ഉണ്ടായിരുന്നുള്ളേ. 5 കഷ്ണം ബ്രെഡിൽ ഞാനിത് ചെയ്തതാണ്. ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ കൂടെ ഒക്കെ വെച്ച് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ട്, നേരത്തെ അതൊക്കെ കൊടുക്കാമായിരുന്നു. ഇപ്പം ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളത് കൊണ്ട് ഞാനതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും. കണ്ടോ, ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതൊക്കെ എന്തുവാ ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ഇടാം. ഇതിപ്പം ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല, സിമ്പിളായിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടൊരു സംഭവം ചെയ്തു. കാരണം ഇതൊക്കെ കഴിക്കാൻ കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. കണ്ടോ, ഇത് നമ്മളിനി ആറിയിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വയ്ക്കും. നമ്മൾ ഫ്രീസറിൽ വെക്കണ്ട കേട്ടോ, നമ്മൾ അല്ലാതെ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ രാവിലെ എടുത്ത് നോക്കാം. അപ്പം ഞാൻ നാളെ രാവിലെ ഇത് എടുക്കുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ഈ ബ്രെഡ് ഇതിനകത്തിരുന്ന് കുതിർന്ന് ഒക്കെ ആ ബ്രെഡ് തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കണേ എല്ലാവരും. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. താങ്ക് യു. ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച ബ്രെഡ് കസ്റ്റേർഡ് പുഡിംഗ് ആണേ. നമ്മളിന്ന് രാവിലെ അത് അത്യാവശ്യമൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഫ്രിഡ്ജിലല്ലേ വെച്ചത്, ഫ്രീസറിലൊന്നും വെച്ചില്ലല്ലോ. അതുകൊണ്ട് അത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഫ്രീസറിലൊക്കെ വെച്ചാൽ അങ്ങ് കല്ല് പോലാവും. കണ്ട നല്ല ടേസ്റ്റുമാണേ. ബ്രെഡ് ഇത് നല്ല ടേസ്റ്റായത്. കഴിച്ച് നോക്കാമേ. ആദ്യം അരിയെണ്ണ ഇച്ചിരിയൊക്കെ കൊടുക്കാം കേട്ടോ. കഴിച്ച് നോക്കിക്കോ എങ്ങനെ ഉണ്ടെന്ന്. ടേസ്റ്റ് ഉണ്ടോ? അവന് നിങ്ങൾ വിചാരിക്കും ഞാനുണ്ടാക്കിയത് കൊണ്ട് അടിപൊളി എന്ന് പറയുന്നതായിരിക്കും. പക്ഷെ അതല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റായി ഇതിൻ്റെ അകത്ത് ഈ ബ്രെഡൊക്കെ കഴിക്കാൻ. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാവും, എന്തായാലും ഉണ്ടാക്കിയവർ ഒത്തിരി കാണും. എന്തായാലും എല്ലാവരും ഉണ്ടാക്കണം. എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. താങ്ക് യു.